ആൾട്ടോ 2007 പേപ്പർ 79,000 രൂപ. 79 രൂപ. അതായത് 1 ലക്ഷം രൂപയിൽ താഴെ ഒരു 30,000 രൂപ കസ്റ്റമർക്ക് വണ്ടി ഇറക്കാം. 30 രൂപ കയ്യിലുണ്ട്. 30 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. നല്ല ഓഫറാ. 2,65,000 രൂപ. 265. ഏതാ ഇയർ ഇത്? 2012 മോഡൽ ഡീസൽ. 2012 മോഡല് ഡീസൽ. ലോൺ കൊടുക്കാം. എത്ര ലോൺ വരും നോക്കാം. കസ്റ്റമർ വരട്ടെ. ട്രാക്ക് ഈ വീഡിയോയില് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പറയും 265 ഡസ്റ്റർ കിട്ടിയാൽ നിങ്ങൾ എടുക്കുമല്ലേ ഡീസൽ വണ്ടി? അതാ പറഞ്ഞത്. പിന്നെതാ സ്വിഫ്റ്റ് 2007 ഡീസൽ. 2007 ഡീസൽ. നിങ്ങൾ വില പറയും. അല്ല വില നിങ്ങൾ തന്നെ പറഞ്ഞോളി. അതിനുള്ള അവകാശം 1,45,000 രൂപ. 1,45. അപ്പൊ ഡീസൽ എഞ്ചിൻ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ നമ്മൾ ഒരുപാട് വണ്ടി ഇവിടെ ചെയ്തു, അപ്പം മാർജിൻ കുറച്ചിട്ട് മാക്സിമം വണ്ടി കൊടുക്കും. 2016 മോഡൽ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം. 2,85,000 രൂപ ചോദിക്കുന്നത്. ഒരു 1,75 കൊടുക്കാം. 1,75 എന്ന് പറയുമ്പോൾ നിസ്സാര തുകയാണ്. ചെറിയൊരു എന്താ പറയാ, ഒരു ആക്റ്റീവ് വാങ്ങണേ 1,40 കൊടുക്കും. ആക്റ്റീവ ആ റേഞ്ചിൽ വരും. ഇത് 1,15 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം. 1,15 ഫൈനൽ. 1,25,000 രൂപ. അപ്പൊ മുന്നേ വീഡിയോക്കാട്ടും കുറച്ച് നിങ്ങൾ കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 സീറ്റർ ആണ് ഇത്. ഡാഡ്സൺ ഗോ പ്ലസ്. ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ എത്ര റേറ്റ് നമ്മൾ? 1,65. 1,65,000 രൂപ. നമസ്കാരം സുഹൃത്തുക്കളെ, മോട്ടോറിക്കയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മളെ ഷൗക്കത്ത് ഭായിൻ്റെ എക്സോട്ടിക് ഡ്രൈവിലാണ്. ഷൗക്കത്ത് ഭായ്, നമസ്കാരം. നോമ്പാണ്, ക്ഷീണാണ്. സഹായിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തീർക്കാം. നമ്മളെ വീഡിയോ കണ്ടിട്ട് റമളാൻ മാസം ആയതുകൊണ്ട് നിങ്ങളെ നമ്മളെ പ്രേക്ഷകരൊക്കെ എല്ലാവരും വിളിക്കട്ടെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല ക്വാളിറ്റി ഉള്ള കാറുകളാണ് അല്ലേ ഷൗക്കത്ത് ഭായ്? നമ്മളെ ഫുൾ ലോണിൽ കൊടുക്കാവുന്ന നിസാന്റെ മൈക്ര 16. അതിന്റെ മോഡല് 2016 മോഡൽ. ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം. 2,85,000 രൂപ ചോദിക്കുന്നത്. 45,000 കിലോമീറ്റർ ഓടി. കസ്റ്റമർ ഡോക്യുമെന്റ് തരുന്നാൽ നമുക്ക് സിബിൽ സ്കോർ നോക്കിയിട്ട് മാക്സിമം ലോൺ ഫുൾ ലോണിന് കിട്ടാൻ പറ്റുന്ന ഫുൾ ലോണിന് കൊടുക്കാം. ബാക്കി നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ പിന്നെ റീപ്ലേസ് ആക്സിഡന്റ് കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം സാധാരണ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. അടുത്തത് റിക്സ് പെട്രോൾ. ഇത് 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് ഒരു 1,75 കൊടുക്കാം. 1,75 എന്ന് പറയുമ്പോൾ നിസ്സാര തുകയാണ്. ചെറിയൊരു എന്താ പറയാ, ഒരു ആക്റ്റീവ് വാങ്ങണേ 1,40 കൊടുക്കും. ആക്റ്റീവ ആ റേഞ്ചിൽ വരും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ മഴയും വെയിലും കൊള്ളാതെ പോവുകയും ചെയ്യാം. പിന്നെ കോഫി ബ്രൗൺ കളറാണ്, ചോക്ലേറ്റ് കളറാണ്. 4 ടയർ പുതിയതാണ്. പിന്നെ റിന്യൂവൽ ഞങ്ങൾ എടുത്തിട്ടാണ് ഈ പ്രൈസ് പറഞ്ഞത്. ഓണർഷിപ്പ് സെക്കൻഡ്. എന്നാലും കുഴപ്പമില്ല. 1,75 ചോദിക്കുന്നത്. പിന്നെ ഇത് 2014 മോഡല്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഗ്രിസലിംഗ് ഗ്രേ കളർ. വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. നമ്മള് നമ്പർ ഒന്നും നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ചോദിക്കുന്നത് 3,55 ചോദ്യം. 3,55 നമ്മൾ ചോദിക്കുന്നത്. ഇത് വേരിയന്റ് VX റിക്സ് പെട്രോൾ. ഇതിന് നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം. എനിക്ക് തോന്നുന്നു 2,45 രൂപ 2,80 ഒക്കെ ലോൺ കിട്ടും. കയറും. അപ്പൊ ഒരു ചെറിയൊരു എമൗണ്ട് കസ്റ്റമർ ഇനീഷ്യൽ പേയ്മെന്റ് അടച്ചാൽ മതി. ഏകദേശം എത്ര പേയ്മെന്റ് കാണേണ്ടി വരും? ഒരു 70 രൂപ 80 രൂപ ഏകദേശം. കസ്റ്റമർ പ്രൊഫൈൽ നമ്മൾ നോക്കണല്ലോ, അതാണ്. ഓക്കെ. പിന്നെ നമ്മൾ കാണിക്കുന്ന ലാൻസർ കാണിക്കാം. ലാൻസർ 2007 മോഡൽ 2029 വരെ പേപ്പർ. 2029 പേപ്പർ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിരുന്നു. ഇത് 1,15 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയ കൊടുക്കാം. 1,15 ഫൈനൽ. 1,25,000 രൂപ. അപ്പൊ മുന്നേ വീഡിയോക്കാട്ടും കുറച്ച് നിങ്ങൾ കുറച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ അടുത്ത വണ്ടി വെച്ചാല് നമ്മളെ ഗ്രാൻഡ് ഐട്ടണ്. 2014 രജിസ്ട്രേഷൻ. 14 പെട്രോൾ. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. പിന്നെ ഇത് നമുക്കൊരു 3,18,000 രൂപ കൊടുക്കാം. 3,18. എത്ര രൂപ ലോൺ കയറും? ലോൺ മാക്സിമം നോക്കി ചെയ്യാം. കസ്റ്റമർ ട്രാക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ പ്രേക്ഷകരോടാണ്, ലോൺ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി അത് അറേഞ്ച് ചെയ്തു തരും എന്നുള്ളതാണ്. അടുത്ത വണ്ടി പിന്നെ നമ്മളെ ഫോർഡിന്റെ ഫിയസ്റ്റ. ഈ ഫിയസ്റ്റ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അന്ന് 65 രൂപ കാണിച്ചിരുന്നു. ഇത് നെറ്റ് ആയിട്ട് നമുക്ക് 59,000 രൂപ കൊടുക്കാം.
59,000 രൂപ. അപ്പൊ റേറ്റ് പിന്നെയും റേറ്റ് കുറച്ച്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കച്ചവടം എന്ന് വെച്ചാൽ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 59 രൂപയ്ക്ക് ഫോർഡ് ഫിയസ്റ്റ, അത് പുതിയ പേപ്പർ 5 വർഷത്തേക്കുള്ള പുതിയ പേപ്പറും. അപ്പൊ 5 കൊല്ലത്തേക്ക് ഒന്നും നോക്കണ്ട. വണ്ടി ഓക്കെയാണ്, കണ്ടീഷനാണ്. ഓക്കെ. അപ്പൊ ഈ റേറ്റ് മുന്നേ പറഞ്ഞേക്കാളും കുറയ്ക്കാൻ കാരണം നമ്മൾ ഈ റംലാൻ മാസം ഒക്കെ വന്നുകൊണ്ട്. അതെ, നമുക്കൊന്ന് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാലോ, മാർച്ച് മാസമാണ് വരുന്നത്. അപ്പോൾ പരമാവധി കസ്റ്റമർക്ക് വണ്ടി എടുക്കുകയും വേണം, അത് റേറ്റിൽ ഒരു ബഡ്ജറ്റിൽ ആയിട്ട് കൊടുക്കുകയും വേണം. അതുപോലെ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്ക് വാഹനമൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അതെ. പിന്നെ ഒരു 7 സീറ്റർ ആണ് ഇത്, ഡാഡ്സൺ ഗോ പ്ലസ്. ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ എത്ര റേറ്റ് നമ്മൾ? 1,65. 1,65,000 രൂപ. ഇത് 7 സീറ്റർ ആണ്. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇയോൺ ഏതാ മോഡൽ? ഇയോൺ 2013 രജിസ്ട്രേഷൻ ആണ്. 2013 ബേസ് മോഡലാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. സാധാരണക്കാർക്ക് ഒരു വണ്ടി എടുക്കാനുള്ള താല്പര്യം, വണ്ടി പഠിക്കാൻ അല്ലെങ്കിൽ കുറച്ചു കാലം ഉപയോഗിക്കാനൊക്കെ പറ്റും നല്ലൊരു വണ്ടിയാണ്. ഇത് നമുക്ക് അത്യാവശ്യം റീപെയിന്റും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. എത്ര 1,55 കൊടുക്കാം. 1,55. അപ്പൊ ബൈക്കിനെക്കാട്ടും അത് മാത്രം ലോണും കിട്ടും. നമ്മളൊക്കെ ഇതൊരു 30,000 രൂപ കസ്റ്റമർക്ക് വണ്ടി ഇറക്കാം. 30 രൂപ കയ്യിലുണ്ട്. 30 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. അടുത്തത് വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ടാണ്. ഓക്കെ. ഏതാ ഇയർ? ഇത് 2015 മോഡൽ. 2015 ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ. ഇത് ചോദിക്കുന്നത് 385. പിന്നെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് എത്രത്തോളം ലോൺ പ്രതീക്ഷിക്കാം? ലോൺ മാക്സിമം കൊടുക്കാം. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് മാക്സിമം കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത റിക്സ് ആണ്. റിക്സ് ഡീസൽ ആണ്. 2011 മോഡൽ. ഇത് നമുക്ക് 1,45 കൊടുക്കാം. 1,45 കൊടുക്കാം. ഞാൻ എല്ലാത്തിനും റേറ്റ് മാറിക്കും. നിങ്ങൾ ഇതിന്റെ പുറത്തേക്ക് നോക്കണ്ട. അല്ല, ഞാൻ 1,45 കാർ എന്നൊക്കെ പറയുമ്പോൾ 1,45 ലക്ഷം രൂപയ്ക്ക് കാറായി ലോണും കൊടുക്കാം. അതെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു കാശില്ലാതെയും ഒരു ഫാമിലി നമുക്ക് കാർ വണ്ടി കൊടുക്കാം. അതെ. ഇനിയിപ്പോ ആൾട്ടോ 2007 പേപ്പർ 79,000 രൂപ. 79 രൂപ. അതായത് 1 ലക്ഷം രൂപയിൽ താഴെ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ആയിക്കോട്ടെ. അപ്പോൾ ഈ മാസം പരമാവധി നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും ഒരു വണ്ടി എടുക്കാനുള്ള ആഗ്രഹത്തിന് നമ്മൾ മാക്സിമം കുറച്ച് നമ്മൾ സഹകരിക്കുകയാണ് എല്ലാവർക്കും. ഓക്കെ. നമ്മളെ പ്രേക്ഷകരോടാണ് 79 രൂപയ്ക്കാണ് നമ്മൾ ആൾട്ടോ. എത്രയും പെട്ടെന്ന് നമ്മൾ എക്സോട്ടിക് ഡ്രൈവില് ഷൗക്കത്ത് ഭായിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഷൗക്കത്ത് ഭായി, നമ്മളെ ലൊക്കേഷൻ കഴിഞ്ഞില്ല. ഇനിയുണ്ടോ? നമ്മളെ ഡസ്റ്റർ ഉണ്ട്. നല്ല ഓഫറാ. 2,65,000 രൂപ. 265. ഏതാ ഇയർ ഇത്? 2012 മോഡൽ ഡീസൽ. 2012 മോഡല് ഡീസൽ. ലോൺ കൊടുക്കാം. എത്ര ലോൺ വരും നോക്കാം. കസ്റ്റമർ വരട്ടെ. ട്രാക്ക് ഈ വീഡിയോയില് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പറയും 265 ഡസ്റ്റർ കിട്ടിയാൽ നിങ്ങൾ എടുക്കുമല്ലേ ഡീസൽ വണ്ടി? അതാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് കുറച്ച് ആയിക്കോട്ടെ, ഞാൻ പറയാം. വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർ വന്നോട്ടെ. 265 കൊടുക്കുന്നത്. വീഡിയോ പറഞ്ഞ അതേ റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും. അതേ റേറ്റ്. അതിന് ലോൺ കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കും. ലോൺ കൊടുക്കാം. പിന്നെതാ സ്വിഫ്റ്റ് 2007 ഡീസൽ. 2007 ഡീസൽ. നിങ്ങൾ വില പറയും. അല്ല, വില നിങ്ങൾ തന്നെ പറഞ്ഞോളി. അതിനുള്ള അവകാശം 1,45,000 രൂപ. 1,45. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ നമ്മൾ ഒരുപാട് വണ്ടി ഇവിടെ ചെയ്തു. അപ്പോൾ മാർജിൻ കുറച്ചിട്ട് മാക്സിമം വണ്ടി കൊടുക്കും. അപ്പൊ അതാണ് നമ്മൾ വില കുറയുന്നത്. വണ്ടി മോശമായിട്ടല്ല, എക്സോട്ടിക് ഡ്രൈവില് ഷൗക്കത്ത് ഭായി. വേറെ കാര്യം, കസ്റ്റമർ വന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ട് ഈ പ്രൈസിനുണ്ട് മാത്രം എടുത്താൽ മതി. ഞാൻ ആ പ്രൈസേ പറയുന്നുള്ളൂ. യൂസ്ഡ് കാർ ആണ്. ചെറിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കസ്റ്റമർക്ക്. അതൊക്കെ നമ്മളിപ്പോ എന്താ പറയാ, അങ്ങനെയുള്ള യൂസ് കാറിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ചൊരു വില ഞാൻ പറയുന്നുള്ളൂ. അല്ല, അവര് വന്നിട്ട് അവരെ ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്തെടുക്കാനുള്ളൊരു സൗകര്യം നമ്മളിവിടെ ഇത്രയും കാലം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് അതൊന്നും പേടിക്കണം നമ്മള്. പിന്നെ കംപ്ലൈന്റ്, നിറയെ കംപ്ലൈന്റ് ഉള്ള വണ്ടികളൊന്നും ഇവിടെ സെയിൽ ചെയ്യാൻ വാങ്ങി വെക്കില്ല. അപ്പോൾ നിങ്ങളെ നിലയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക എന്നാണ് ഞാൻ പറയാം. അപ്പൊ നമ്മളെ ലൊക്കേഷൻ എവിടെ വരുന്നത്? മെഡിക്കൽ കോളേജ് കോവൂര്. പുതിയ ഫുഡ് സ്ട്രീറ്റില് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളോട് എല്ലാവരും പരിഗണിക്കുക. അതായത് കോവൂര് ബൈപ്പാസിൽ ആണ് നമ്മളെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ മോട്ടോറിക്കന്റെ പ്രേക്ഷകർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? മോട്ടോറിക്കന്റെ പ്രേക്ഷകർക്ക് എത്ര ഓഫർ പറഞ്ഞത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ആ വീഡിയോയിൽ എത്ര എമൗണ്ട് കുറച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതെ, കഴിഞ്ഞ വീഡിയോനെക്കാട്ടും
കുറച്ച് റേറ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സോട്ടിക് ഡ്രൈവായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം. നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയിലുള്ള വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. ബൈ.